നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വെക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എങ്കിൽ എന്റെ മനസ്സിലുള്ളൊരു ഇഷ്ടം ഞാൻ പറയട്ടെ. പറയൂ. അത് കേട്ട് കഴിയുമ്പോ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ? ഭഗവാനെ, ആ മനസ്സൊന്ന് മാറ്റി തരണേ. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. ആരുടെ മനസ്സാ? എന്റെ മനസ്സാണെങ്കിൽ അത് മാറില്ല. ക്ഷേത്രനടയിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പകരം ഈ ക്ഷേത്രക്കുളത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? നിക്കടോ. താൻ നന്നായിട്ട് ആലോചിച്ചോ? എന്ത്? എനിക്ക് തന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചോന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. തന്നെ ഇംപ്രസ് ചെയ്യാനുള്ള നല്ല ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ലായിരിക്കും. താനെ എന്നിൽ കണ്ട ദോഷം എന്താണെന്നൊന്ന് പറയാവോ? ദോഷമുള്ളതുകൊണ്ട് മാത്രമല്ല, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ, അതനുസരിച്ചല്ലേ ഇഷ്ടവും അനിഷ്ടമൊക്കെ. തന്റെ സാഹചര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് ശരിയാവുന്നവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? നോക്കൂ, എന്നെ കുറിച്ച് അധികം ഒന്നും നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ടും എനിക്ക് വേണ്ടി കാത്തിരിക്കാന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഇഷ്ടമുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഷൂട്ടിന് വന്നു, അവിടെ വെച്ച് എന്നെ കാണുന്നു. അതിന്റെ പേരിൽ പെട്ടെന്ന് തോന്നിയൊരിത്. നാളെ വേറൊരു സ്ഥലത്ത് പോകുമ്പോ വേറൊരാളിനെ കാണും. ഓ, എനിക്ക് ഇത് തന്നെയാണ് കൃഷി എന്നല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൊന്നുമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ ഒട്ടും സമയം പാഴാക്കണ്ട. അത് നഷ്ടമായിരിക്കും, ജീവിതത്തിലെ വലിയ നഷ്ടം.
വന്നിട്ട് അധികം നേരമായോ? ഇല്ല. എന്നിട്ട് ചിന്തിച്ചോ? എന്ത്? നമുക്കിടയിൽ എന്താ ചിന്തിക്കാനുള്ളത്? ഇവിടുന്ന് തന്നെ കണ്ട് തിരിച്ചു പോയാ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കേൾക്കണ്ടേ? എന്താണ്? കാര്യങ്ങളെല്ലാം പ്രിയം കൂടി തുറന്നു പറയുക. എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുക. അതിന് അവൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം എത്രയായാലും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് നമുക്കൊരു ജീവിതം ആരംഭിക്കാം. ഭ്രാന്തുണ്ടോ? ഉണ്ട്. നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേര് ഭ്രാന്തെന്ന് തന്നെയാ. എനിക്ക് ആ ഭ്രാന്തില്ല. രാധിക, പ്ലീസ്, നീ മനസ്സിലുള്ള ഇഷ്ടം മറച്ചു വെക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? എങ്കിൽ എന്റെ മനസ്സിലുള്ളൊരിഷ്ടം ഞാൻ പറയട്ടെ. പറയും. അത് കേട്ട് കഴിയുമ്പോ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ? ഇല്ല, ഒരിക്കലും തോന്നില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചവരാ. ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.